Then limits compute ചെയ്യുന്ന വിധം ഒന്ന് റിവ്യൂ ചെയ്യാം. Computing limits. അവിടെ some basic limits ഒന്ന് ഓർക്കുക. ചിലപ്പോൾ ചെറിയ പ്രൂഫുകൾക്ക് ഇത് ആവശ്യമായിട്ട് വരും. If the function is constant, f of x is equal to some k, and graph of y is equal to k is equal to k, some y is equal to k here, then the graph dotted ആയിട്ട് പ്രത്യേകം തിരിച്ചറിയാൻ വേണ്ടി വരയ്ക്കുന്നു. It is y is equal to k or f of x is equal to k. Then എവിടെ നമ്മൾ പോയിന്റ് എടുത്താലും x a, ലെഫ്റ്റിൽ നിന്നായാൽ റൈറ്റിൽ നിന്നായാലും വാല്യൂ ഏതേ വരുന്നുള്ളൂ, ദാറ്റ് ഈസ് കെ. വൈയുടെ വാല്യൂ മുഴുവൻ ഇവിടെ ഗ്രാഫിൽ കെ ആണ്. ഓക്കെ, എല്ലാം കെ ആണ്. Therefore here limit extends to a f of x is k. ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ആ കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. Another case, if f of x is equal to x, it is identity function നമ്മൾ പറയും. ഗ്രാഫ് എങ്ങനെയാണ്? ഫംഗ്ഷൻ 45 ഡിഗ്രി ഇൻക്ലിനേഷനിൽ ഒറിജിനിൽ കൂടി കടന്നു പോകുന്ന ഗ്രാഫാണ്. ഇവിടെ നമ്മൾ 0 എടുത്താൽ ആ എക്സ്റ്റൻസ് ടു 0 ഗ്രാഫ് നോക്കുമ്പോൾ ഇവിടുന്ന് ഇതിന്റെ കറസ്പോണ്ടിങ് ഇമേജ് ഇത് ഇങ്ങനെ 0ലേക്ക് എടുക്കുന്നത്, റൈറ്റിൽ നിന്നാണെങ്കിൽ 0ലേക്ക് ഇങ്ങനെ എടുക്കുന്നത്. ലിമിറ്റ് എക്സ്റ്റൻസ് ടു 0 f of x is 0. ഒരു ആർബിട്രറി പോയിന്റ് എ എടുത്താലോ, എക്സ്റ്റൻസ് ടു എ f of x എ തന്നെയാണ്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, ലെഫ്റ്റിൽ നിന്ന് പോകുമ്പോൾ എയിലേക്ക്, ഇവിടെയാണ് എ. റൈറ്റിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇതുവഴി എയിലേക്ക് എടുക്കുന്നതാണ്. Therefore here limit extends to a f of x is a, or limit extends to a x is a എന്ന് പറയാം, or ഐഡന്റിറ്റി ഫംഗ്ഷന്റെ പ്രത്യേകത. പിന്നെ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 മൈനസ് 1/x എന്താണ്? അതിന്റെ ഗ്രാഫ് കണ്ടതാണല്ലോ. 1/xന്റെ ലെഫ്റ്റിൽ നിന്ന് 0ലേക്ക് ആകുമ്പോൾ ഗ്രാഫ് ഇവിടെ ആണ് ശ്രദ്ധിക്കേണ്ടത്. As extends to 0 minus extends to minus infinity, and limit extends to 0 plus 1/x is values ആണ് ശ്രദ്ധിക്കുന്നത്. വാല്യൂസ് അറിയാം. 0 പ്ലസ് പോകുമ്പോൾ ഇവിടെ ഇങ്ങോട്ടാണ്, ഇങ്ങോട്ട് നോക്കുക ഗ്രാഫ് tends to plus infinity. വൺ സൈഡഡ് ലിമിറ്റ് 1/x എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ടു സൈഡഡ് നോക്കുമ്പോൾ ഡിഫറെന്റ് ലിമിറ്റ് ആയതുകൊണ്ട് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 1/x does not exist. Okay. Limit extends to 0 1/x does not exist. Since limit extends to 0 minus 1/x is not equal to limit extends to 0 plus 1/x. Okay. Then we have limit theorem. That is, അവിടെ നമുക്ക് ഒന്നിൽ കൂടുതൽ ഫങ്ഷൻസ് കമ്പൈൻ ചെയ്ത് വരുമ്പോൾ എങ്ങനെ ലിമിറ്റ് കണ്ടുപിടിക്കാം എന്ന് പറയുന്നുണ്ട്. Let a be a real number and limit extends to a f of x is some L1 and limit extends to a g of x is some L2. Okay, then what is limit extends to a f of x plus g of x? അത് നമ്മൾ കമ്പൈൻ ചെയ്തൊരു ഫംഗ്ഷൻ നമ്മൾ കാണുകയാണെങ്കിൽ അതിന് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ലിമിറ്റ് എടുക്കാം, എന്നിട്ട് സം ചെയ്താൽ മതി. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ f of x പ്ലസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ g of x എന്ന് പറയാം. ദാറ്റ് ഈസ് L1 plus L2. And what is limit extends to a f of x minus g of x? That is limit extends to a f of x minus limit extends to a g of x.
is equal to L1 minus L2. Okay, and if we see the function as a product of two functions and we know the limits of these f of x and g of x separately, then it is limit x tends to a f of x into ഓരോന്നിനും എടുത്ത് ഗുണിച്ചാൽ മതി limit x tends to a g of x. Okay, that is L1 into L2. Then D, if it is in the form quotient, limit x tends to a f of x by g of x and g of x not equal to 0, then it is നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ന്യൂമറേറ്റർ ആൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ് ഡിനോമിനേറ്റർ ദാറ്റ് ഇസ് ഈക്വൽ ടു L1 by L2. പക്ഷേ L1 by L2 എന്ന് എഴുതി ഇടുന്നതിന് മുമ്പ് L2 നോൺ സീറോ ആയിരിക്കണം, ഇല്ലെങ്കിൽ വേറെ മാർഗങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. L2 നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, ആൻഡ് ഫൈനലി ഒരു പ്രോസസ് കൂടെ. What is limit x tends to a nth root of a function f of x? Then it is nth root of ചുരുക്കത്തിൽ ആ റൂട്ടിനകത്തേക്ക് ലിമിറ്റ് കയറും limit x tends to a f of x. That is nth root of here limit x tends to f of x is we take from as L1 provided L1 greater than 0. L1 greater than 0 if n is even. Okay, in the root. Okay, one-sided limit exist ചെയ്യും. Limit x tends to a നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. Limit x tends to a മൈനസ് ഒക്കെ വരും. അതുപോലെ തന്നെ മൂന്ന് ഫംഗ്ഷൻസ് സംബന്ധിച്ച് തന്നെ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് പ്ലസ് എച്ച് ഓഫ് എക്സ്, അതുപോലെ എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ് ഇൻറ്റു എച്ച് ഓഫ് എക്സ്. അപ്പോൾ അത് അതിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോവാം. ആൻഡ് വാട്ട് അബൌട്ട് ഇതിൽ നിന്നൊരു റിസൾട്ടിലേക്ക് നമ്മൾ ആലോചിച്ചാൽ വാട്ട് അബൌട്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റൈസ് ടു എൻ. And what is limit x tends to a x raised to n? It is limit x tends to a compose ചെയ്ത് നമുക്ക് നോക്കാം x into x into x into etc. x n times with f of x into g of x into h of x എല്ലാ x ആണെന്നേ ഉള്ളൂ. Therefore ഇപ്പോൾ ഓരോന്നിലേക്ക് നോക്കിയാൽ it is limit x tends to a x into limit x tends to a x into അങ്ങനെ limit x tends to a x വരെ പോകും. പ്രൂഫ് ആവശ്യമെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. limit x tends to a x is a നമ്മൾ ആദ്യം പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെ a n times. Therefore it is a raised to n. And therefore നമുക്ക് റിസൾട്ട് ആയിട്ട് ആലോചിക്കണം limit x tends to a x raised to n എന്തായിരുന്നു? ചുരുക്കത്തിൽ ഇത് limit x tends to a x the whole raised to n. Because limit x tends to a x is a raised to n. Okay, ഇങ്ങനെ പറയാം. And what about limit x tends to a k into f of x, where k is a constant. Then as a constant function, it is some g of x now. It is limit x tends to a k into limit x tends to a f of x. And constant function limit constant k. And limit x tends to a f of x. ചുരുക്കത്തിൽ കോൺസ്റ്റന്റിനോടൊപ്പം ഒരു ഫംഗ്ഷൻ ഗുണിച്ച് വരുമ്പോൾ ലിമിറ്റ് എന്താണെന്ന് ചോദിക്കും കോൺസ്റ്റന്റ് വെളിയിൽ എടുത്ത് ഗുണിക്കുന്നതിൻ്റെ കാര്യം ഇതാണ്. കോൺസ്റ്റന്റ് ഫാക്ടർ ക്യാൻ ബി മൂവ്ഡ് ത്രൂ എ ലിമിറ്റ് സിമ്പൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ധാരാളം പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. പ്രോബ്ലംസ് ഓടിച്ച് നോക്കിക്കൊള്ളുക. ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 x square minus 4x plus 3. ഓരോ സ്റ്റെപ്പും ജസ്റ്റിഫൈ ചെയ്ത് പോവുക ഈ പറഞ്ഞ തിയറംസ് അനുസരിച്ച്. ദെൻ സം ഓഫ് 3 ടേംസ് ആണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 x square minus limit x tends to 5 4x plus
limit x tends to 5, 3. That's equal to limit x tends to 5, x square is limit x tends to 5x the whole square minus constant 4. Therefore, 4 into limit x tends to 5 x plus limit x tends to 5, 3. Limit. Okay. Then it is limit x tends to 5x is 5. Therefore, 5 square minus 4 into limit x tends to 5x is 5 plus 3. Therefore, it is 25 minus 20 plus 3. It is 5 plus 3 is 8. Okay. അപ്പോൾ ഓരോ സ്റ്റെപ്പും ചെയ്തു പോകും. ഇങ്ങനെ ചെയ്യണമെന്നില്ല. ലിമിറ്റ് എക്സ് ടു 5 എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 3 നമ്മൾ പെട്ടെന്ന് ചെയ്യും. 5 സ്ക്വയർ മൈനസ് 4 into 5 plus 3 ഈ ഒരു സ്റ്റെപ്പിന്റെ ആവശ്യമേ നമുക്ക് വരുന്നുള്ളൂ. തിയറംസ് കണ്ടതുകൊണ്ട് അതെങ്ങനെ ജസ്റ്റിഫൈ ചെയ്തു എന്നാലോചിച്ചാണ്. ചിലപ്പോഴൊക്കെ എങ്കിലും നമുക്ക് അതിന്റെ പ്രൂഫ് ആവശ്യം വരും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചോദിക്കുകയാണ് ഒരു തിയറായിട്ട് അല്ലെങ്കിൽ പ്രൂവ് ദാറ്റ് തിയറാണ്. അപ്പം തിയറം വരുന്നതല്ല പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞു ചോദിക്കാം. For any polynomial p of x is equal to ഒരു n ഡിഗ്രി പോളിനോമിയൽ ജനറൽ തരികയാണ്. c0 plus c1x plus etc plus cn x raised to n and any real number a what is limit x tends to a p of x, or prove that limit x tends to a p of x is equal to c0 plus c1a plus etc plus cn a raised to n, that is equal to p of x. Prove this എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് നേരിട്ട് ചെയ്യാൻ റോളില്ല. അതിന്റെ പ്രൂഫ് ആലോചിക്കണം. അപ്പോൾ limit x tends to a p of x is equal to what is p of x? കൊടുത്തു, ഇത് കൊടുക്കാം. limit x tends to a c0 plus c1x plus etc plus cn x raised to n. ഇനി അതിനകത്ത് ലിമിറ്റ് തിയറം ആലോചിക്കാം. ഓരോ ടേംസും ലിമിറ്റ് എടുക്കാം. ദാറ്റ് ഈസ് limit x tends to a c0 constant limit ആയിട്ട് വരും പ്ലസ് ലിമിറ്റ് x tends to a c1x പ്രൂഫ് ആലോചിക്കുമ്പോൾ ഇങ്ങനെ തന്നെ എഴുതുക പ്ലസ് എക്സെട്ര പ്ലസ് ലിമിറ്റ് x tends to a cn x raised to n. then അടുത്ത സ്റ്റെപ്പ് നമുക്ക് ലാസ്റ്റിൽ ലിമിറ്റ് എല്ലാം കൂടെ എടുക്കാം. അപ്പോൾ കോൺസ്റ്റന്റ് ലിമിറ്റ് അതാണെന്ന് അറിയാം. അപ്പോൾ ലിമിറ്റ് x tends to a c0 അങ്ങനെ നിൽക്കട്ടെ പ്ലസ് ഇവിടെ കോൺസ്റ്റന്റ് നമുക്ക് വെളിയിലേക്ക് വരാം. c1 into limit x tends to ax plus etc plus cn into limit x tends to a x raised to n. ഓക്കെ, ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ലിമിറ്റ് x tends to a c0 is c0 plus c1 into limit x tends to a x is a plus etc plus cn into limit x tends to x raised to n is കോമ്പോസിറ്റ് ചെയ്ത് നമ്മൾ നോക്കിയതാണ്. cn erased പ്രൂഫ് ഇങ്ങനെ പോകും. ഓക്കെ, പിന്നെ നമ്മൾ ചില റാഷണൽ ഫോമിന്റെ ലിമിറ്റ് കണ്ടിട്ടുള്ളതാണ്. അത് ഡിനോമിനേറ്ററിലൊന്നും സീറോയുടെ പ്രശ്നമില്ലെങ്കിൽ അല്ലെങ്കിൽ ഫൈനൈറ്റ് ആയിട്ടൊരു വാല്യൂ നമുക്ക് ത്രൂ ലിമിറ്റ് കൊടുക്കുമ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും ലിമിറ്റ്. ഉദാഹരണത്തിന് ഇവിടെ ലിമിറ്റ് x tends to 5x³ plus 4/x-3. ഇവിടെ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ തിയറം അനുസരിച്ച് മുകളിലും താഴെയും ചെയ്യുക. അപ്പോൾ ലിമിറ്റ് x tends to 2 5x³ plus 4 divided by limit x tends to 2 x minus 3. And it is limit x tends to 5x³ plus 4 is അത് പോളിനോമിയലാണ്. നമ്മൾ നേരത്തെ ചെയ്ത് തിയറത്തിൽ കണ്ടോ 5×2³ plus 4 എന്ന് മതിയാകും. ആൻഡ് ഡിനോമിനേറ്റർ 2 minus 3 അവിടെയും പ്രശ്നമില്ല. സിംപ്ലിഫിക്കേഷൻ നടക്കുമ്പോൾ ഇറ്റ് ഈസ് 8 into 5 40 plus 4 44 by 2 minus 3 that is -1, therefore it is -44. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യാം. ഈ റാഷണൽ ഫംഗ്ഷൻ വരുമ്പോൾ
ഇതിൽ കൺഫ്യൂഷൻ ഇല്ല. ഓക്കെ, പക്ഷേ ചില കേസുകളിൽ ഡിനോമിനേറ്റർ 0 ആയി പോകും. ഫോർ എക്സാമ്പിൾ, consider limit x tends to 3, 5x cube plus 4 by x minus 3. x tends to 2 മാറ്റിയിട്ട് x tends to 3 ആയി. ഇവിടെ നമുക്കറിയാം പ്രശ്നം ഡിനോമിനേറ്റർ 0യിലേക്ക് പോകും. ഇവിടെ ചെറിയ പ്രശ്നമുണ്ട്. അത് പെട്ടെന്ന് നമുക്ക് ലിമിറ്റ് x tends to 3 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, 3 ആകുന്നില്ലല്ലോ എന്നൊരു പ്രശ്നമുണ്ട്. 3 - 3 വരുന്നില്ലല്ലോ. പക്ഷെ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ ഇതിന്റെ ലെഫ്റ്റ് റൈറ്റ് ലിമിറ്റ് ഡിഫറൻ്റ് ആണ്. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. എന്ത് പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, ആസ് x is equal to 3, x minus 3 is equal to 0. When x is equal to 3, x minus 3 is equal to 0. ഓക്കെ, അതാണ് ഇവിടുത്തെ പ്രശ്നം. പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും നമുക്ക് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ അഥവാ പിന്നീട് നമുക്ക് ആലോചിക്കേണ്ട ഒരു വിഷയമാണ് ലിമിറ്റ് x tends to 3, 5x cube plus 4 by x minus 3 the whole square ആയിരുന്നെങ്കിൽ ഇവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. അവിടെയും പക്ഷേ x minus 3 the whole square 0 ആവുന്നുണ്ട് when x is equal to 3. അപ്പോൾ ഇതെന്താ ഇവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഇവിടെ ആസ് x tends to 3 രണ്ട് സൈഡ് ഉണ്ടല്ലോ, ആസ് x tends to 3 plus x minus 3 എങ്ങോട്ടാണ്? അങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോൾ അപ്പോൾ x minus 3യേക്കാൾ വലിയ വാല്യൂസ് ആയിരുന്നു, 3 പ്ലസ് വാല്യൂസ് ആണ്. 3 plus minus 3 is for the values of as x tends to 3 plus നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ for the values of ശ്രദ്ധിക്കുക 3 x tends to 3 plus എന്ന് പറയുമ്പോൾ 3യേക്കാൾ വലിയ വാല്യൂസ് 3ലേക്ക് എടുക്കുകയാണ്. ഓക്കെ, x tends to 3 plus for the values of x greater than 3 ആണ്, then x minus 3 is greater than 0. ഓക്കെ, അപ്പോൾ ഈ x minus 3 0യിലേക്ക് പോകും. ന്യൂമറേറ്റർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫിക്സഡിലേക്ക് പോകും, 44. അത് ഫിക്സ് ചെയ്ത് വെക്കാം. ആസ് x tends to 3, ന്യൂമറേറ്റർ 5x cube plus 4 tends to 44. അത് ഫിക്സഡ് വാല്യൂ ആണ്. അപ്പം അത് ന്യൂമറേറ്റർ ഫിക്സ് ചെയ്തിട്ട് ഡിനോമിനേറ്റർ 0യിലേക്ക് പോകുന്നു. പക്ഷേ റൈറ്റ് സൈഡിൽ നിന്ന് പോകുമ്പോൾ x minus 3 greater than 0 ആണ്. ബട്ട് ഡിനോമിനേറ്റർ വളരെ ചെറുതാകുകയാണ്, tends to 0 ആണ് x minus 3. അപ്പോൾ നമുക്കറിയാം ന്യൂമറേറ്റർ ഫിക്സ് ചെയ്തിട്ട് ഡിനോമിനേറ്റർ ചെറുതാകുമ്പോൾ ക്വാണ്ടിറ്റി ബിക്കം ലാർജ്. അപ്പോൾ ചുരുക്കത്തിൽ ഇവിടെ ആലോചിച്ചാൽ ലിമിറ്റ് x tends to 3, 5x cube plus 4 by x minus 3 എന്ന് പറയുന്നത് x minus 3 greater than 0യിൽ നിൽക്കുന്നത് കൊണ്ട് ഇറ്റ് ഈസ് പ്ലസ് ഇൻഫിനിറ്റി. ബിക്കോസ് ഇത് ആലോചിച്ചാൽ മതി, x minus 3 is replaced by x and numerator 1 എന്നിരിക്കട്ടെ. ലിമിറ്റ് x tends to 0 plus 1 by x is plus infinity എന്ന് പറഞ്ഞതുപോലെ. ഓക്കെ, ആൻഡ് അപ്പോൾ x tends to 3 പ്ലസ് ആണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, ഇതുപോലെ ആസ് x tends to 3 മൈനസ് നോക്കുമ്പോൾ ന്യൂമറേറ്ററിന് വ്യത്യാസമില്ല, 5x cube plus 4, 3 പ്ലസ് ആയാലും 3 മൈനസ് ആയാലും ലിമിറ്റ് x tends to 3, 5x cube plus 4 is 44. x tends to 3 മൈനസ് ന്യൂമറേറ്റർ ഞാൻ ഇപ്പോൾ ഇടുന്നു. അപ്പോൾ ഫോർ ദ വാല്യൂസ് ഓഫ് എവിടെയാണ് 3 വരും, ഇവിടെ വരുമ്പോൾ ലെഫ്റ്റിൽ നിന്നാകുമ്പോൾ 3യുടെ ഇങ്ങനെ x tends to 3 മൈനസ്. ഓക്കെ, ആസ് x tends to 3 മൈനസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഫോർ ദ values of x less than 3. That means x minus 3 is less than 0. Then limit x tends to 3 minus 5x cube plus 4 by x minus 3 ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ what is limit x tends to 0 minus 1 by x? That is minus infinity. For ഇത് tends to 0 ലെഫ്റ്റ് സൈഡിൽ കൂടെ ആവുമ്പോൾ this is equal to minus infinity. അപ്പോൾ എന്താ സംഭവിച്ചത്?
limit extends to 3 plus function plus infinity, limit extends to 3 minus function minus infinity കിട്ടി. അപ്പം ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ് ലിമിറ്റ്സിന് ലിമിറ്റ് കിട്ടിയിരിക്കുന്നത് ഡിഫറെൻ്റ് ആണ്, പ്ലസ് ഇൻഫിനിറ്റി ആൻഡ് മൈനസ് ഇൻഫിനിറ്റി. Therefore we say that limit extends to 3 5x cube plus 4 by x minus 3 does not exist. Okay. ഇങ്ങനെയൊരു പ്രശ്നം ഡിനോമിനേറ്റർ വരുമ്പം സംഭവിക്കാം. അപ്പോൾ ഈ പ്രോബ്ലംസ് ഒക്കെ നോക്കുക. ഫൈൻഡ് മൂന്നായിട്ട് തിരിച്ച് പറഞ്ഞിരിക്കുകയാണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 4 minus 2 minus x by x minus 4 into x plus 2. Second question, limit extends to 4 plus same function 2 minus x by x minus 4 into x plus 2. And the last, then what is limit extends to 4? മറ്റേ രണ്ടും വൺ സൈഡ് ലിമിറ്റ് ആയിരുന്നു. 2 minus x by x minus 4 into x plus 2. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കുക? ഫസ്റ്റ് ലെഫ്റ്റ് സൈഡ് ലിമിറ്റ് നോക്കിയാൽ ആസ് എക്സ്റ്റെൻസ് ടു 4 മൈനസ് 2 മൈനസ് എക്സിന് പ്രശ്നമില്ല. 2 മൈനസ് എക്സ് ഇപ്പം നമ്മൾ 4നോട് ക്ലോസ് ആയിട്ടുള്ള വാല്യൂസിനെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. 4 മൈനസ് പറഞ്ഞാൽ ഒരുപാട് 2നും താഴെ പോയില്ല നോക്കുന്നത്. 4 മൈനസ് 4ന് അടുത്ത് വളരെ ക്ലോസ് ആയിട്ട് 3.999 ശേഷം. ഓക്കെ, അപ്പോൾ ആ ക്ലോസ് ആയിട്ട് എന്ത് സംഭവിക്കുന്നു? 2 മൈനസ് എക്സ് ഈസ് 2 മൈനസ് 4. ഇറ്റ് ഈസ് 2 മൈനസ് എക്സ് ബിക്കം ഒരു 2 മൈനസ് എക്സ് ടെൻസ് ടു 2 മൈനസ് 4 എന്ന് തന്നെ പറയാം. ദാറ്റ് ഈസ് മൈനസ് 2. ഓക്കെ, പക്ഷെ ഡിനോമിനേറ്ററിൽ ഒരു പ്രശ്നമുണ്ട്. എക്സ് പ്ലസ് 2 പ്രശ്നമില്ല. 4 പ്ലസ് 2 ദാറ്റ് ഈസ് 6. ബട്ട് എക്സ് മൈനസ് 4 ടെൻസ് ടു 0 ആണ്. എക്സ് മൈനസ് 4 ടെൻസ് ടു 0 ആണ്. പക്ഷേ 4 മൈനസ് ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 4നേക്കാൾ ചെറിയ വാല്യൂസ് ആണ്. അപ്പോൾ ഫോർ ദ വാല്യൂസ് ഓഫ് x less than 4 ആണ് വന്നിരിക്കുന്നത്. Less than 4. Therefore, x minus 4 is less than 0. Negative quantities അവിടെ tends to over. അപ്പോൾ നമുക്ക് എന്ത് പറയാം? Therefore, limit extends to 4 minus 2 minus x by x minus 4 into x plus 2 is, ഇത് 2 minus x പ്രശ്നമില്ല, അത് minus 2 പോകും. 4 plus 2 ആവും, 6 ആവും. പക്ഷെ ഇത് ടെൻസ് ടു 0 പോകുന്നതാണ് കൺഫ്യൂഷൻ. ലെഫ്റ്റ് സൈഡ് ലിമിറ്റ് ആണ് ചോദ്യം. x ടെൻസ് ടു 4 മൈനസ് മീൻസ് x ലെസ് ദാൻ 4 നിന്നുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ 0യിലേക്ക് അടുക്കുന്നത് ഏത് വഴിയാണ്? ടെൻസ് ടു 0 മൈനസ് ആണ്. വാട്ട് അബൌട്ട് 1 by ലിമിറ്റ് x ടെൻസ് ടു 0 മൈനസ് 1 by x എന്ന് പറയുന്നല്ലേ ഉള്ളൂ. ലിമിറ്റ് x ടെൻസ് ടു 0 മൈനസ് 1 by x. That is minus infinity. Therefore, it is minus infinity because x minus 4 less than 0 ൽ നിന്നാണ് 0യിലേക്ക് അടുക്കുന്നത്. Okay. Similarly, അപ്പോൾ എന്തായിരിക്കും? റൈറ്റ് സൈഡ് ആസ് x tends to 4 plus, നേരത്തെ പറഞ്ഞ പോലെ 2 minus x നും x plus 2 നും പ്രശ്നമില്ല. റൈറ്റിൽ നിന്ന് വരുമ്പോൾ പ്രശ്നമുള്ളത് ഏതിനാണ്? താഴത്തെ x minus 4നാണ്. For the values of x greater than 4, we know that x minus 4 is greater than 0. Therefore, limit x tends to 0 plus 1 by x is plus infinity. Hence, limit x tends to 4 plus 2 minus x by x minus 4 into x plus 2 is equal to plus infinity എന്ന് മനസ്സിലാക്കാം. ഈ രണ്ട് കേസിൽ എന്ത് മനസ്സിലാക്കാം? മൂന്നാമത്തെ റിസൾട്ട്, what about limit x tends to 4 2 minus x by x minus 4 into x plus 2?
ഇതിന്റെ രണ്ട് വൺ സൈഡ് ലിമിറ്റും ഡിഫറെന്റ് ആയതുകൊണ്ട് it does not exist. Okay. പക്ഷേ ചില കേസുകളിൽ ഇപ്പം ഇൻഡിറ്റർമിനേറ്റ് ഫോം 0/0 ഈ രീതിയിൽ വന്നാൽ ഓക്കെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ലിമിറ്റ് x tends to 2 x square minus 4 by x minus ഇത് നമ്മൾ നോക്കുമ്പോൾ 2 കൊടുത്താൽ മുകളിൽ 0 ആയി പോകുന്നുണ്ട് 2 square minus 4 താഴെയും 2 minus 2 0 ആവുന്നുണ്ട് പ്രശ്നമുണ്ട് അപ്പോൾ മുകളിലും താഴെയും പ്രശ്നമുണ്ട് അത് പലപ്പോഴും നമുക്ക് പോളിനോമിയൽ ആണല്ലോ പോളിനോമിയൽ ആണെങ്കിൽ ഫാക്ടറൈസേഷൻ വഴി ആ 0 വരുന്ന ഫാക്ടർ എടുത്ത് കളയാൻ പറ്റും അപ്പോൾ ലിമിറ്റ് x tends to 2 x 2 ആകുന്നില്ല അതുകൊണ്ട് ഡിവിഷൻ പോസിബിൾ ആണ് x tends to 2 ആണ് അപ്പോൾ x square minus 4 നെ നമുക്ക് x minus 2 into x plus 2 എന്ന് എഴുതാം ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട് പലയിടത്തും അപ്പോൾ it is 2 plus 2 ലേക്ക് പോയിട്ട് the limit is 4 മനസ്സിലായോ സിമിലർലി ഫാക്ടറൈസേഷൻ പോസിബിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളായിട്ട് നോക്കുക ഫൈൻഡ് a limit x tends to 3 x square minus 6x plus 9 by x minus 3 whether check it the answer 0 and then b limit x tends to minus 4 2x plus 8 by x square plus x minus 12 check the answer is minus 2 by 7 and third problem see limit x tends to 5 x square minus 3x minus 10 divided by x square minus 10x plus 25 ഇവിടെ ഡിനോമിനേറ്റർ 0 ആയി പോകുന്നുണ്ട് ന്യൂമറേറ്റർ പക്ഷേ 0 അല്ല ആ കേസിൽ ശ്രദ്ധിച്ച് നോക്കുക ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ മാത്രം 0 ലേക്ക് പോകുമ്പോൾ പ്രശ്നമുണ്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ലിമിറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും ഫോർ നേരത്തെ ചെയ്ത ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പോലെ അപ്പോൾ അവിടെ ഡിഫറെൻറ്റ് ലിമിറ്റ്സ് therefore this limit does not exist എന്നായിരിക്കും ആൻസർ കിട്ടുന്നത് ഇനി റൂട്ട് വരുന്ന ലിമിറ്റ് പ്രോബ്ലംസ് ഉണ്ട് ദിസ് ലിമിറ്റ്സ് ഇൻവോൾവിങ് റാഡിക്കൽസ് this is a question over question over limit x tends to 0 x by root of x plus 1 minus 1 ഇവിടെ നമ്മൾ കൊടുത്താൽ പ്രശ്നം 0 മേളിൽ 0 താഴെ 0 plus 1 1 minus 1 that is also 0 form 0 by 0 ഓക്കെ ഇവിടെ നമുക്കത് ബ്രേക്ക് ചെയ്യാൻ ഒരു വഴിയുണ്ട് ഫംഗ്ഷൻ വേറെ എടുത്ത് ചെയ്യാം അല്ലെങ്കിൽ ലിമിറ്റ് x 0 ഇട്ട് ചെയ്യാം x by root x plus 1 minus 1 മുകളിലും താഴെയും root x plus 1 ഡിനോമിനേറ്ററിൽ ഒരു ഫാക്ടർ എടുത്ത് കളയാൻ സാധിക്കും ഇങ്ങനെ ചെയ്താൽ പ്ലസ് 1 ഇതിന്റെ root x plus 1 എന്നിട്ട് മൈനസ് 1 root x plus 1 plus 1 എടുക്കുക അപ്പം ഡിനോമിനേറ്ററിലും അതേ ഫംഗ്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഓക്കെ പ്രശ്നമില്ല which is equal to limit x tends to 0 x into root of x plus 1 numerator and denominator is a minus b into a plus b. What is a? That is root x plus 1, therefore it is a square minus b square become x plus 1 minus 1 square 1. 1 minus 1 cancelled. And for the simplification കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പ് ഇതാണ് limit x tends to 0 x into root of x plus 1 by x
therefore tends to 0. മുകളിലും താഴെ 0 ആക്കുന്ന ഫാക്ടർ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. അത് ക്യാൻസൽ ചെയ്യപ്പെടും. അപ്പോൾ പിന്നെ നമുക്ക് പ്രശ്നമില്ല. ന്യൂമറേറ്ററിൽ ഇങ്ങനെ പോയാൽ മതി. റൂട്ട് ഓഫ് 0 plus 1 plus 1. Therefore it is 2. ഓക്കെ, അപ്പോൾ റാഡിക്കൽസ് വരുന്ന പ്രോബ്ലംസ് ആലോചിച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഒരു കേസ് കൂടെ പറയാം. ലിമിറ്റ്സ് ഓഫ് പീസ്വൈസ് ഡിഫൈൻഡ് ഫംഗ്ഷൻ. Okay. Let f of x is equal to മൂന്നായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ഡൊമൈനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. 1/x plus 2 for x less than minus 2, x square minus 5 for minus 2 less than x less than or equal to 3, root of x plus 13, x greater than 3. Find first question, limit x tends to minus 2 f of x. Second, limit x tends to 0 f of x. And the third, limit x tends to 3 f of x. Find these limits. Okay. ഇത് എവിടെ വെച്ചാണ് ലിമിറ്റ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളതാണ് നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാകുന്നത്. ഫസ്റ്റ് ലിമിറ്റ് x tends to minus 2 f of x. മൈനസ് 2 എവിടെയാണ്? നമ്മുടെ തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ ഡെഫിനിഷനകത്ത് മൈനസ് 2. എക്സ് ലെസ് ദാൻ മൈനസ് 2 ഇവിടെയാണ്. എക്സ് ലെസ് ദാൻ മൈനസ് 2 എന്ന് പറയുമ്പോൾ വാല്യൂസ് മൈനസ് 2വിന് ഇടത്തുവശത്തുള്ള വാല്യൂസ്, ഈ വാല്യൂസ് ആണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. ദെൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് മൈനസ് 2 ഇവിടെ കൊടുത്തിട്ടില്ല, പക്ഷേ ലിമിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ലെസ് ദാൻ മൈനസ് 2ലുള്ള ലിമിറ്റ് എല്ലാം അവിടെ വരും. എക്സ് ടെൻസ് ടു മൈനസ് 2 മൈനസ് ആയാൽ പോകും ലെഫ്റ്റ്. ആൻഡ് ഹിയർ മൈനസ് 2 ഇല്ല, അവിടെ ഇല്ല. മൈനസ് 2വിന് ചുരുക്കത്തിൽ ഇവിടെ വാല്യൂ ഇല്ല. മൈനസ് 2 ലെസ് ദാൻ ആണ്, പോട്ടെ, അതൊന്നും പ്രശ്നമല്ല. 3 ഇതിനിടയ്ക്കുള്ള വാല്യൂസ് ആണ് മൈനസ് 2, 3 വരെ. ഇത് പറഞ്ഞിരിക്കുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ 3 ആണ്. 3 മുതൽ മുകളിലോട്ട്. 3 ഇല്ല, അവിടെ 3 ഇല്ല. 3 ഇവിടെ ഉണ്ട്. ഓക്കെ, ഇതാണ് തന്നിരിക്കുന്ന ഫംഗ്ഷൻ. ദെൻ ചോദ്യം, വാട്ട് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് 2 എഫ് ഓഫ് എക്സ് ചോദിച്ചാൽ പ്രശ്നം എന്താണ്? രണ്ട് സൈഡ് ലിമിറ്റ് മനസ്സിലാക്കണം. ദെൻ വാട്ട് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് 2, മുകളിൽ മൈനസ് കൊടുക്കും, ലെഫ്റ്റ് സൈഡാണ് എഫ് ഓഫ് എക്സ് ഫസ്റ്റ്. അപ്പോൾ ആലോചിക്കാം എവിടെയാണ് ഇതിപ്പം താഴെ രണ്ടാമത് ഡിഫൈൻ ചെയ്തെങ്കിൽ കൊടുക്കുമോ ഫസ്റ്റിൽ കൊടുക്കുമോ? അവിടെയാണ് ഇത് മനസ്സിലാക്കുന്നത്. എക്സ് ടെൻസ് ടു മൈനസ് 2 എക്സ് ലെസ് ദാൻ മൈനസ് 2വിൽ നിന്നാണ് എക്സ് ടെൻസ് ടു മൈനസ് 2 മൈനസ് വരുന്നത്. ഓക്കെ, അപ്പോ ലെഫ്റ്റിൽ നിന്നാണ് കൊടുക്കുന്നത്. അപ്പൊ ലെഫ്റ്റിൽ ഇവിടെ ഡിഫൈൻ ചെയ്തത് 1/x plus 2 ആണ്. പിന്നെ നമുക്ക് മൈനസിന്റെ ആവശ്യമില്ല, മുകളിലത്തെ മൈനസിന്റെ ആവശ്യമില്ല. അത് നമ്മൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്, പ്രശ്നമില്ല. മൈനസ് കൊടുത്തു എന്നേ ഉള്ളൂ, മൈനസ് 2 എന്നേ ഉള്ളൂ. പിന്നെ അർത്ഥം 1/x plus 2. x tends to minus 2 minus 2. That is here x is നേരത്തെ പറഞ്ഞ പോലെ മൈനസ് 2ലെ ലെഫ്റ്റിൽ നിന്ന് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x tends to minus 2. x less than minus 2 ആണ് ഇവിടെ. That is x plus 2 is less than 0. Therefore it is minus infinity. Then denominator tends to 0 means limit x tends to 0 minus 1/x പോലെയാണ്. Therefore it is minus infinity. Okay. Then limit x tends to 2 plus minus 2 plus നോക്കണമല്ലോ. minus 2 plus f of x. That is limit x tends to minus 2 plus. നോക്കാം ഇവിടെ minus 2 plus ഡിഫൈൻ ചെയ്തിരിക്കുന്നത് minus 2 less than x, that is x greater than minus 2 ആണ്. x square minus 5 ലാണ്. ഇനി ഡിനോമിനേറ്റർ പോലെ പ്രശ്നമില്ല, minus 2 കൊടുത്താൽ മതി. minus 2 whole square minus 5, that is 4 minus 5, that is minus 1. What about limit x tends to minus 2 f of x? ലെഫ്റ്റ് ലിമിറ്റ് എടുത്തപ്പോൾ മൈനസ് ഇൻഫിനിറ്റി കിട്ടി, റൈറ്റ് ലിമിറ്റ് എടുത്തപ്പോൾ -1. Therefore
we can say that different one-sided limits വന്നു. Limit extends to minus 2 f of x does not exist. Okay. Similarly, limit extends to 0 f of x നോക്കാൻ അത് പ്രശ്നമില്ല, കാരണം 0 മുഴുവൻ നിൽക്കുന്നത് ഇവിടെയാണ്, -2നും 3ക്കും ഇടയ്ക്കാണ്. അതുകൊണ്ട് തന്നെ 0യുടെ ലെഫ്റ്റ് റൈറ്റ് ലിമിറ്റ് എല്ലാം എവിടെ വരത്തുള്ളൂ, x² - 5 വരത്തുള്ളൂ. അപ്പോൾ വൺ സൈഡ് ലിമിറ്റ് പ്രശ്നമില്ല. അതുകൊണ്ട് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 f of x എന്ന് പറയുന്ന ഡയറക്റ്റ് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് x² - 5 കൊടുത്താൽ മതി. 0² - 5, therefore it is -5. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? പോളിനോമിയൽ മുഴുവനായിട്ട് 0യ്ക്ക് ലെഫ്റ്റ് റൈറ്റ് ലിമിറ്റിനിടയ്ക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നു. x3യുടെ കേസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3 f of x ചോദിച്ചിട്ടുണ്ട്. അവിടെ പ്രശ്നമുണ്ട്. ഇവിടെ കുറച്ച് വാല്യൂ വരും, ഇവിടെ കുറച്ച് വാല്യൂ വരും. അതെന്താണ് സംഭവിക്കുന്നത്? ദെൻ ലെഫ്റ്റ് ലിമിറ്റ് നോക്കുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3 - f of x, അത് എവിടെ നിന്ന് വാല്യൂ എടുക്കണം? കണ്ടു, 3 less than, that is here x² - 5. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3 minus x² - 5. then പിന്നെ പ്രശ്നമില്ല, 3² - 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോയാൽ മതി. 9 - 5, 4 is -4, sorry, +4. 9 - 5, that is 4. And then right limit. Limit extends to 3 plus f of x. That is limit extends to 3 plus, then 3 plus is greater than 3 in that, 3 plus. Therefore root x plus 13. Root of x plus 13 is equal to, അവിടെ പ്രശ്നമില്ല, ലിമിറ്റ് നമ്മൾ പറഞ്ഞ പോലെ എന്ത് റൂട്ട് ഓഫ് എക്സ് അതിൻ്റെ കാര്യം എഫ് ഓഫ് എക്സിൻ്റെ കാര്യം പറഞ്ഞാൽ ലിമിറ്റ് അകത്തേക്ക് കയറ്റാം. അപ്പോൾ റൂട്ട് ഓഫ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3x, that is 3 plus 13. Therefore it is root of 16, that is also 4. അപ്പോൾ ഇവിടെ ബ്രേക്ക് ചെയ്തെങ്കിലും രണ്ടിടത്ത് ബ്രേക്ക് ചെയ്താണ് കിടക്കുന്നതിനുള്ള ലിമിറ്റ് ഡിഫറെൻ്റ് ആവും എന്നുള്ളതല്ല. ആദ്യം നമ്മൾ ബ്രേക്ക് ചെയ്തെടുത്ത് -2 നോക്കിയപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തില്ല, പക്ഷേ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന സാഹചര്യവും ഉണ്ട്. കാരണം ഇതാണ്, x² - 5 3 കൊടുത്തു നോക്കുക, അപ്പോൾ അത് കിട്ടുന്നത് എന്താ? അതാണ് സംഭവിച്ചത്. 9 - 5 4. ഇവിടെയും 3 കൊടുത്തു നോക്കുക, കാരണം 3ക്ക് ജസ്റ്റ് റൈറ്റിലേക്കാണ് ഇവിടുത്തെ വാല്യൂസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതും കിട്ടും, അതും 4 തന്നെ കിട്ടും. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഹിയർ, ഈ രണ്ട് സൈഡ് ലിമിറ്റും സെയിം ആണ്. limit extends to 3 minus f of x is equal to limit extends to 3 plus f of x. Therefore, limit extends to 3 f of x exists and is equal to 4. Okay.